ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2021 പുറത്തിറങ്ങിയ ഗോസ്റ്റ് മാൻഷൻ എന്നൊരു ഹൊറർ മൂവിയെ പറ്റിയാണ്. ഒരുപാട് കഥകൾ, അതായത് ഒരുപാട് പ്രേതകഥകൾ നടക്കുന്ന ഒരു വലിയ ബിൽഡിംഗ്, അതിനകത്ത് നടക്കുന്ന കഥകൾ തേടി പോകുന്ന ഒരു കഥാപാത്രം, അതാണ് ഈ കഥയുടെ ഇതിവൃത്തം. ഒട്ടും വൈകിക്കാതെ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഹീറോയാണ് കാണിക്കുന്നത്. വളരെ പഴക്കം ചെന്ന ഒരു ബിൽഡിങ്ങിന്റെ ഫോട്ടോസ് എടുക്കുവാണ് ആള്. വളരെ ഇൻട്രസ്റ്റിംഗും വ്യൂവേഴ്സ് അറ്റൻഷൻ കിട്ടുന്നതുമായ ഒരു കഥ എഴുതണമെന്ന ആഗ്രഹവുമായി നടക്കുന്ന ഒരു പയ്യനാണത്. കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. അതുകൊണ്ട് തന്നെ ഒരു നല്ല കഥ എഴുതി പൈസ സമ്പാദിക്കുക എന്നതാണ് ആളുടെ ലക്ഷ്യം. അങ്ങനെ ഹീറോ നേരെ ആ ബിൽഡിങ്ങിനകത്തേക്ക് കയറുവാണ്. അമാനുഷികമായ പലവിധ സംഭവങ്ങൾ നടക്കാറുണ്ട് അവിടെ എന്ന് കേട്ടാണ് ഹീറോ സത്യത്തിൽ അങ്ങോട്ട് പോകുന്നത്. അതാവുമ്പോൾ നല്ല ഒറിജിനാലിറ്റിയുള്ള കഥകളും കിട്ടുമല്ലോ. അങ്ങനെ എന്ത് പ്രേതബാധയാണ് അവിടെ ഉള്ളതെന്ന് അറിയാനായിട്ട് അവൻ അങ്ങോട്ട് കടന്നു പോകുന്നു. എന്നാൽ പെട്ടെന്ന് അവന് പുറകിൽ ഒരു കുട്ടി തിരിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. പേടിച്ചവൻ തിരിഞ്ഞു നോക്കുമ്പോഴോ അവിടെ ആരുമില്ല. തോന്നിയതാവുമെന്ന് കരുതി അവൻ നേരെ ചെന്ന് ആ ബിൽഡിങ്ങിന്റെ മാനേജറെ പോയി കാണുവാണ്. എന്നിട്ട് ഈ ബിൽഡിങ്ങിൽ എന്ത് പ്രേതബാധയാണ് ഉള്ളത് എന്നെല്ലാം അന്വേഷിക്കുന്നു. അതെല്ലാം പറയാനായിട്ട് ആ മാനേജറും റെഡിയാക്കുന്നുണ്ട്. അന്നേരം കയ്യിലുള്ള റെക്കോർഡർ ഉപയോഗിച്ച് ഹീറോ എല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെ ആ മാനേജർ പറഞ്ഞു തുടങ്ങുവാണ്, നിങ്ങൾ കാണുന്ന ഈ ബിൽഡിംഗ് പണ്ട് ഒരു ഓർഫനേജ് ആയിരുന്നു. ഒരുപാട് അനാഥ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നുണ്ടായ ഒരു ഫയർ ആക്സിഡന്റിൽ എല്ലാ കുഞ്ഞുങ്ങളും മരിച്ചുപോയി. പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ പറയാം. ആദ്യത്തെ കഥ ഇവിടെ റൂം നമ്പർ 504 താമസിക്കാൻ വന്ന ഒരു എഴുത്തുകാരൻ്റെ കഥയാണ്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് നല്ല ഭാവനയിൽ ഒരു കഥ എഴുതാനായിട്ടാണ് ആൾ ഇവിടേക്ക് വന്നത്. ആൾ തന്നെ വീട്ടിലിരുന്ന് എഴുതാത്തതിന് കാരണം എന്താ വെച്ചാൽ വീട്ടിൽ ആളുടെ മകനുണ്ട്. അവൻ എപ്പോഴും ആളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ഫൈനലി അയാൾ ഇവിടെ എത്തി. അങ്ങനെ ഒരു ദിവസം അയാൾ കഥ എഴുതുമായിരുന്നു. പെട്ടെന്ന് അയാൾക്ക് താഴത്തെ ഫ്ലോറിൽ കുട്ടികളെ കളിക്കുന്ന പോലെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഇക്കാര്യം വേഗം തന്നെ റൈറ്റർ ആ ഡീലറോട് പറയുകയും ചെയ്തു. എന്നാൽ ഡീലർക്കാണെങ്കിൽ ഓൾറെഡി താഴെ ഫ്ലോറിൽ ആരും താമസില്ല എന്നറിയായിരുന്നു. പോരാത്തതിന് ആ സ്ഥലം ഹോണ്ടഡ് ആണ്, അതായത് പ്രേതബാധയുള്ളത്. അക്കാര്യം പക്ഷെ ആ ഡീലർ റൈറ്ററിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം കസ്റ്റമർ എങ്ങാനും റൂം ഒഴിഞ്ഞു പോയാലൊന്നും പേടിച്ചിട്ടാണ്. ആ പിള്ളേരുടെ ശബ്ദമൊന്നും കാര്യമാക്കണ്ടെന്നും പറഞ്ഞിട്ട് ഡീലർ അവിടുന്ന് പോകുവാണ്. അന്ന് രാത്രി ആ റൈറ്ററുടെ റൂമിൽ കാണിക്കുന്നു. ഫ്രിഡ്ജിൽ നിന്നും വെള്ളം എടുത്തിട്ട് മടങ്ങി വന്ന് നോക്കിയാൽ അവൻ്റെ ലാപ്ടോപ്പ് വെച്ചെടുത്ത് കാണുന്നില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കുട്ടി ചിരിക്കുന്ന ശബ്ദം. പോരാത്തതിന് പുറകിലെ കഥകും താനെ തുറക്കുന്നു. എന്താണ് ചുറ്റി നടക്കുന്നതെന്ന് അറിയാണ്ട് അവൻ നിൽക്കുന്ന നേരത്ത് പുറത്ത് ഒരു കരി പിടിച്ച് ഷൂ കിടക്കുന്നത് കാണുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് ആളുടെ ലാപ്ടോപ്പ് പുറകിൽ നിന്ന് വീഴുന്ന ശബ്ദം. തവളച്ചാട്ടം ചാടുന്ന പോലെ ഒരു കുട്ടി അതാ ചാടി പോവുകയും ചെയ്യുന്നു. എന്താണെന്ന് അറിയാനായിട്ട് അങ്ങോട്ട് ചെന്ന് നോക്കിയാൽ ഒന്നും തന്നെ കാണുന്നില്ല. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എന്നിട്ട് അവൻ പേടിച്ചിട്ട് നടന്ന കാര്യങ്ങളൊക്കെ മാനേജറോട് പറയുവാണ്. അന്നേരമാണ് താഴത്തെ റൂമിനകത്ത് ആരും താമസമില്ലെന്ന് അയാൾക്ക് മനസ്സിലാകുന്നത്. CCTV ഫുട്ടേജ് നോക്കിയാലും അയാൾ മാത്രമാണ് അവിടെ കാണുന്നത്. 4th ഫ്ലോറിൽ ആരും താമസമില്ലെന്ന് മാനേജർ ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. എന്നാൽ തൻ്റെ ലാപ്ടോപ്പ് നാശാക്കിയതിന്റെ കലിപ്പിലായിരുന്നു ആ റൈറ്റർ. അതുകൊണ്ട് തന്നെ പറഞ്ഞ കാര്യമൊന്നും മൂപ്പര് വിശ്വസിച്ചതേയില്ല. അതുകൊണ്ട് അവിടെ പോയി തന്നെ നോക്കാമെന്ന് ആൾ ഡിസൈഡ് ചെയ്യുവാണ്. എന്നിട്ട് താഴെ ആ ഫ്ലോറിൽ ചെന്ന് നോക്കിയാൽ ഒരുപാട് പെയർ ഓഫ് ഷൂസ് ആണ് അവിടെ ഇരിക്കുന്നത്. ഒപ്പം തന്നെ തൻ്റെ റൂമിൽ കിട്ടിയ ഒരു ഷൂസിന്റെ പെയറും ഉണ്ട്. അത് കണ്ടപ്പോൾ ഏറെ കലി വന്ന റൈറ്റർ അവിടെ എല്ലാ ഷൂസും പെറുക്കിയെടുത്ത് കവറിലാക്കിയിട്ട് നേരെ വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടുന്നു. അന്ന് രാത്രി റൈറ്റർ ഉറങ്ങുന്ന സമയം പുറത്ത് കഥകിലാരോ മുട്ടുന്ന ശബ്ദം. നോക്കിയാൽ ഒരുപാട് ഷൂസ്, അതായത് അവൻ നേരത്തെ വലിച്ചെറിഞ്ഞ ആ ഷൂകളെല്ലാം തന്നെ അതേ കവറിൽ ആ കഥകിന് മുമ്പിലിരിക്കുന്നു. പെട്ടെന്ന് വീണ്ടും ഡോറ് മുട്ടുന്ന ശബ്ദം. നോക്കിയാൽ കത്തിക്കറിഞ്ഞ നിലയിൽ കുറച്ച് കുഞ്ഞുങ്ങൾ നിൽക്കുന്നു. പേടിച്ചു പോയ റൈറ്റർ പരിഭ്രാന്തിയിൽ താഴെ വീഴുവാണ്. അന്നേരം ചുറ്റും കുട്ടികളിടുന്ന ആ ഷൂസ് എല്ലാം തന്നെ അയാളുടെ ചുറ്റും പരന്നു കിടക്കുവാണ്. പെട്ടെന്ന് തന്നെ സീലിങ്ങിലാവട്ടെ അന്നേരം നേരത്തെ കണ്ട ആ കുഞ്ഞുങ്ങളെല്ലാം തന്നെ വവ്വാലി കണക്കെ തൂങ്ങി നിൽക്കുന്നു. ഒരു നിമിഷം ആ കുഞ്ഞുങ്ങളെല്ലാം തന്നെ അയാൾക്ക് നേരെ വരുന്നതാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് ആ റൈറ്ററുടെ കഥയും കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് കാണിച്ച് ആ കഥ അവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഹീറോ നേരെ ചെന്നിട്ട് തൻ്റെ ഗേൾഫ്രണ്ടിനെ കണ്ടിട്ട് ആ റൈറ്ററെ പറ്റിയുള്ള കഥകളൊക്കെ പറയുവാണ്. അന്നേരമാണ് അവൾ പറയുന്നത് ആ റൈറ്ററിനെ ശരിക്കും കാണാതായിട്ട് 2 വർഷം കഴിഞ്ഞു എന്ന്. അത് കേട്ടപ്പോഴാണ് കേട്ട കഥകളെല്ലാം സത്യമാണെന്ന തോന്നൽ ഹീറോയ്ക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഹീറോ നേരെ ആ മാൻഷനിലോട്ട് തന്നെ പോകുന്നു. അങ്ങനെ ഹീറോ വീണ്ടും മാനേജറെ കാണുവാണ്. അങ്ങേര് പറയുവാണ്, നമ്മുടെ ലൈഫിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ലൈഫ് നല്ലതാവാനുള്ള ചാൻസ് മാത്രമല്ല, പകരം ചീത്തതാവാനുള്ള സാധ്യത കൂടിയുണ്ട്. അങ്ങനെയുള്ള ഒരു സംഭവം പറയാം. ഈ മാൻഷനിലെ 9th ഫ്ലോറിൽ ഉണ്ടായിരുന്ന 907 എന്ന റൂമിൽ ഉണ്ടായിരുന്ന ഒരു പെണ്ണിന്റെ കഥയാണ്.
അവളൊരു ഫാർമസിസ്റ്റ് ആണ്. അങ്ങനെ ആ കഥ അയാൾ പറഞ്ഞു തുടങ്ങുവാണ്. ഇനി എല്ലാ കഥകളും പരസ്പരം കണക്റ്റഡ് ആയതുകൊണ്ട് അതിലെ കഥാപാത്രങ്ങൾ ഓരോ കഥയിലേക്കും കയറി വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആ കഥയിലേക്ക് കടക്കുവാണ്. അങ്ങനെ അടുത്ത സീനിൽ അവള് ഒരു ദിവസം റൂമിൽ അങ്ങനെ കുളിച്ചു വരുന്ന സമയം റേഡിയോയിൽ ഒരു ന്യൂസ് കേൾക്കുന്നു. ഒരാൾ തന്റെ വൈഫിനെയും 9 വയസ്സുള്ള കുഞ്ഞിനെയും ക്രൂരമായി കൊന്നിരിക്കുന്നു. പോലീസ് ആണെങ്കിൽ കുറ്റവാളിക്കായിട്ടുള്ള തീവ്രമായ തിരച്ചിലാണ് എന്നെല്ലാം. അന്നേരം അവൾക്ക് അവളുടെ അമ്മ കോൾ ചെയ്യുന്നുണ്ട്. അമ്മ അവളെ ഉപദേശിക്കുകയാണ്, ഒരിക്കലും ഒരുത്തന്നെയും വലയിൽ വീഴരുതെന്ന്. കാരണം മറ്റൊന്നല്ല, അവളുടെ അച്ഛൻ ആ അമ്മച്ചിയെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞതാണ്. അതുകൊണ്ടാണ് അത്തരം റിലേഷൻഷിപ്സിനോട് ഇത്ര ഇഷ്ടക്കേട്. എന്നാൽ അവൾ അത് വകവയ്ക്കാതെ ഫോൺ കട്ട് ചെയ്യുവാണ്. കാരണം മറ്റൊന്നല്ല, അപ്പോഴാണ് നമുക്ക് അവളുമാളുടെ ബോയ് ഫ്രണ്ടും കൂടെയുള്ള ഫോട്ടോസ് കാണിച്ചു തരുന്നത്. ഓൾറെഡി റിലേഷൻഷിപ്പിലായതുകൊണ്ടാണ് അമ്മയുടെ വാക്കുകൾ അവൾക്ക് അത്രമാത്രം അരോചകമായി തോന്നിയത്. അന്ന് രാത്രി ആ ബോയ് ഫ്രണ്ട് അവളുടെ റൂമിലേക്ക് വരുന്നു. പതിവില്ലാതെ അവൻ ഒരുപാട് ടെൻഷനിലാണ്. എന്തു പറ്റിയെന്ന് അവൾ ചോദിക്കുവാണ്. അന്നേരമാണ് അവൻ പറയുന്നത്, നമ്മുടെ ബന്ധം അതെൻ്റെ ഭാര്യ കണ്ടുപിടിച്ചു, അതുകൊണ്ട് ഞാൻ ഇനി കുറച്ചു ദിവസം നിന്റെ കൂടെ നിന്നോട്ടെ എന്ന്. ഇത് കേൾക്കുന്ന അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നു. എന്തിനു കുറച്ചു ദിവസമാക്കുന്നു, ലൈഫ് ലോങ് നീ എൻ്റെ കൂടെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നു. അങ്ങനെ അന്ന് രാത്രി അവർ രണ്ടാളും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നേരം ബാത്റൂമിനകത്ത് ആരോ കുളിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദം. അവള് മെല്ലെ പോയി കതക് തുറന്നാലോ, അതിനകത്ത് ആരുമില്ല, ആ റേഡിയോ മാത്രം. അവൾക്കാകെ വല്ലാതാകുന്നുണ്ട്. എന്നാലും കിടന്നുറങ്ങി അടുത്ത ദിവസം വീണ്ടും ഫാർമസിയിലോട്ട് പോകുവാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടേക്ക് കുറച്ച് പോലീസ് ഓഫീസേഴ്സ് വരുവാണ്. അവൾക്ക് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇയാളെ അറിയുമെന്ന് ചോദിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, അയാൾ തന്റെ വൈഫിനെയും കുഞ്ഞിനെയും കൊന്നിരിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസം കാലത്ത് അവള് റേഡിയോയിൽ കേട്ട ന്യൂസ് അത് ചെയ്തത് അവളുടെ ബോയ് ഫ്രണ്ടാണ്. ഇത് കേൾക്കുന്ന അവള് വേഗം തന്നെ തന്റെ ബോയ് ഫ്രണ്ടിനെ കാണാനായിട്ട് റൂമിലോട്ട് പോകുവാണ്. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് വേഗം പോകണം, പോലീസിനെല്ലാം മനസ്സിലായി എന്നൊക്കെ പറയുന്നു. എന്നാൽ ബാത്റൂമിനകത്ത് കുളിച്ചുകൊണ്ടിരുന്ന അവനാവട്ടെ ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ആരോടും ഒന്നും പറയരുത്. പെട്ടെന്ന് വാതിലിൽ മുട്ടുന്ന ശബ്ദം. ഡോർ ഹോളിലൂടെ നോക്കുന്ന അവൾ ഒരുപാട് ഷോക്കാവുന്നു. കാരണം പുറത്ത് അവളുടെ ബോയ് ഫ്രണ്ട് ആയിരുന്നു. അപ്പോൾ ആരാണ് അകത്ത് ബാത്റൂമിലുള്ളത്? അവൾ ഒരുപാട് പേടിക്കുന്നുണ്ട്. അന്നേരം ശബ്ദമുണ്ടാക്കാതെ ബോയ് ഫ്രണ്ടിനെ അകത്ത് വിളിച്ച് ആംഗ്യത്തിലൂടെ ബാത്റൂമിന്റെ അവിടേക്ക് ചൂണ്ടിക്കാണിക്കുവാണ്. അന്നേരം അതിനകത്ത് ആരോ ഉണ്ടെന്ന കാര്യം അവനും മനസ്സിലാക്കുന്നു. ഒരു ചുറ്റികയും കയ്യിലെടുത്ത് ബാത്റൂമിനടുത്തേക്ക് അയാൾ പോകാൻ നോക്കുവാണ്. സത്യം പറഞ്ഞ ആ ചുറ്റിക കൊണ്ടാണ് അവൻ തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കൊന്നത്. അങ്ങനെ ചുറ്റികയെടുത്ത് മെല്ലെ മെല്ലെ അയാൾ അങ്ങോട്ട് പോകുവാണ്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് തന്നെ വില്ലത്തരത്തിൽ അവൻ തിരിയുവാണ്. ചുറ്റുമുള്ള ചുമരിലെല്ലാം അന്നേരം രക്തം പരക്കുന്നു. അകത്ത് കുളിച്ചുകൊണ്ടിരുന്നത് ഒരു ഈവിളായിരുന്നു. അത് വീണ്ടും പറയുവാണ്, ഞാൻ പറഞ്ഞതാണ് ആരോടും ഒന്നും പറയല്ലേ എന്ന്. ഇത് പറഞ്ഞു തീർന്നതും പെട്ടെന്ന് സ്ക്രീൻ ബ്ലാക്ക് ഔട്ട് ആകുന്നു. അതായത് ആ പെണ്ണും ബോയ് ഫ്രണ്ടും ആ ഈവിളിന്റെ കൈ കൊണ്ട് മരിച്ചു പോയിരിക്കും. അടുത്ത കഥ ആ റൈറ്റർക്ക് റൂം സെറ്റാക്കി കൊടുത്ത ആ ഡീലറുടെ കഥയാണ്. ആ കഥ തുടങ്ങുന്നതിന് മുൻപേ തന്നെ പ്രസന്റിൽ ഹീറോയെ കാണിക്കുന്നു. മാൻഷനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ആ മാൻഷനിൽ താമസിച്ച ഒരാളെ കാണാനായിട്ട് അഡ്രസ്സും തപ്പി പിടിച്ചു വന്നിരിക്കുവാണ്. എന്നാൽ നോക്കി വന്ന ആളെ റൂമിനകത്ത് കാണാനില്ല. എന്നാൽ പെട്ടെന്ന് ടേബിളിനടിയിൽ ഒരനക്കം. നോക്കിയാൽ അത് തേടി വന്ന ആളാണ്. ആ മാൻഷനിൽ നിങ്ങൾക്ക് എന്താണ് നടന്നതെന്ന് അയാൾ ചോദിക്കുകയാണ്. പേടിയോടെ അവൻ ആ കഥ പറയുന്നു. അത് മറ്റാരും ആയിരുന്നില്ല കേട്ടോ, ആ ഡീലർ തന്നെയാണ്. ആ മാൻഷനിലെ 7th ഫ്ലോറിൽ 708 എന്ന റൂമിലാണ് അവൻ താമസിച്ചിരുന്നത്. 504 റൂമിൽ താമസിച്ചിരുന്ന റൈറ്ററിനെ കാണാൻ ഡീലർ അന്നേരം ചെല്ലുവാണ്. എന്നിട്ട് ഞാൻ 7th ഫ്ലോറിലാണ്, ഇനി നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് പറയുമ്പോൾ മുഖത്തടിച്ച പോലെ ആ റൈറ്ററും നമ്മളെ ഫ്രണ്ട്സ് അല്ല എന്ന് പറയുന്നു. അത് കേൾക്കുന്ന ഡീലർ ആകെ വറീഡാകുന്നു. സത്യത്തിൽ അത് തന്നെയാണ് കക്ഷിയുടെ മെയിൻ പ്രശ്നവും. സ്വന്തം എന്ന് പറയാൻ അവനൊരു ഫ്രണ്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിന്റെ പാവയെ വാങ്ങി അതിനെ സ്വന്തം ഭാര്യ കണക്കെ സ്നേഹിച്ച് അതിനോട് കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കലാണ് അവന്റെ ദിനചര്യ. അങ്ങനെ ഒരു രാത്രി പാവയുടെ കൂടെ ഉറങ്ങുന്ന നേരം സിങ്കിനകത്തൊരു ശബ്ദം. നോക്കിയാൽ എച്ചിൽ വെള്ളം അങ്ങനെ പൊന്തി വരുവാണ്. നെക്സ്റ്റ് ഡേ ഒരു പ്ലംബറെ വിളിച്ച് ആ സിങ്ക് കാണിച്ചു കൊടുക്കുന്നു. അയാൾ അവിടെ അതിനകത്ത് കൈയിട്ട് നോക്കിയാൽ ഒരു കൈ നിറയെ മുടിയാണ് വരുന്നത്. നിങ്ങളുടെ ഭാര്യ സിങ്കിലാണ് തല കഴുകുന്നതെന്ന് അയാൾ ചോദിക്കുമ്പോൾ ഈ വീട്ടിൽ ഒരു പെണ്ണും അതിനില്ല എന്ന് അവൻ മറുപടി കൊടുക്കുകയാണ്. അത് ചിലപ്പോൾ മുമ്പ് താമസിച്ച ആരുടെയിലും ആവുമെന്നും പറയുന്നു. എന്നിട്ട് നേരെ ഓഫീസിൽ പോയിട്ട് ആ മാൻഷനിൽ തൻ്റെ റൂമിൽ മുമ്പ് ആരാണ് താമസിച്ചിരുന്നത് എന്നൊക്കെ കണ്ടുപിടിച്ച് അയാളുടെ നമ്പറും കണ്ടുപിടിച്ച് അതിൽ കോൾ ചെയ്യുവാണ്. എന്നാൽ സിങ്കിൽ നിന്ന് എന്ത് ശബ്ദമാണോ കേട്ടത് അതേ വെള്ളത്തിൻ്റെ ശബ്ദമാണ് ഫോണിലും കേൾക്കുന്നത്.
പേടിച്ചു പോയ അവനാവട്ടെ ഫോൺ കട്ട് ചെയ്യുന്നു. തിരികെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ തന്റെ പാവയുടെ കഴുത്ത് ഒടിഞ്ഞിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ അതിനെ മാറ്റി തരാനായിട്ട് അത് വാങ്ങിയ സ്ഥലത്തേക്ക് തന്നെ വിളിച്ചു പറയുവാണ്. എന്നിട്ട് തിരികെ അയക്കാനായിട്ട് ആ പാവയെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി റാപ്പ് ചെയ്ത് വെക്കുന്നു. അന്നേരം വീണ്ടും സിങ്കിനകത്ത് നിന്നും വെള്ളം വരാൻ തുടങ്ങുവാണ്. ആ പ്ലംബർ പൈസ മേടിച്ചിട്ട് നേരെ ശരിയാക്കിയിട്ടില്ലല്ലോ എന്നും കരുതി അവനെ പോയി പൈപ്പ് തുറന്നിടുവാണ്. തിരിഞ്ഞു നോക്കിയാൽ പുറകിൽ പൊതിഞ്ഞു വെച്ച പാവയെ കാണാനില്ല. അതെവിടെ പോയി എന്നറിയാനായിട്ട് ചെന്ന് നോക്കിയാൽ സിങ്കിൽ നിന്ന് വീണ്ടും ശബ്ദം. നോക്കിയാൽ സിങ്കിന്റെ അകത്തുനിന്ന് ഒരു കൈ വന്ന് ആ പൈപ്പ് അടയ്ക്കുവാണ്. ഇത് കണ്ട ഡീലർ ഒരുപാട് പേടിക്കുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ആ കൈകൾ കാണാനുമില്ല. ഒരുപാട് അയാൾക്ക് ഭയം തോന്നുന്നുണ്ട്. അന്നത്തെ ദിവസം എങ്ങനെയൊക്കെയോ കഴിച്ചു കൂട്ടുന്നു. നെക്സ്റ്റ് ഡേ ഡീലർ കഴിഞ്ഞ ദിവസം നടന്ന പേടിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ തന്റെ കൊളീഗിനോട് പറയുവാണ്. അപ്പോഴാണ് ആ പയ്യൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ താമസിക്കുന്ന ആ മുറിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി മരിച്ചിട്ടുണ്ട്. പോരാത്തതിന് ആ മാൻഷൻ തന്നെ ഹോണ്ടഡ് ആണെന്നാണ് കേട്ടത്. ഒരുപാട് ആളുകളെ അവിടെ വെച്ച് കാണാതായിട്ടുണ്ട്. എന്നാൽ ഇത്തരം റൂമേഴ്സ് എല്ലാം കേട്ടറിഞ്ഞു തന്നെയാണ് അതൊന്നും വിശ്വസിക്കാതെ ആ ഡീലർ അതേ മാൻഷനിൽ തന്നെ താമസിക്കുന്നത്. എന്നാൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു അനുഭവം അയാൾക്ക് കഴിഞ്ഞിടെ ഉണ്ടായത്. അങ്ങനെ അന്നത്തെ ദിവസം ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് ഡീലർ നേരെ റൂമിലെത്തുവാണ്. അതേസമയം തന്റെ പഴയ പാവയെ തിരിച്ചയച്ച് കിട്ടിയ പുതിയ പാവയോടൊപ്പം ഫുഡൊക്കെ കഴിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അന്നേരം തന്നെ വീണ്ടും സിങ്കിൽ നിന്ന് ആ പഴയ ശബ്ദം കേൾക്കാൻ തുടങ്ങുന്നു. കൈകൾ എന്തെങ്കിലും വരുമെന്ന് പേടിയോട് ഉറ്റുനോക്കുമ്പോൾ ഒന്നും വരുന്നില്ല. സമാധാനായില്ലെന്ന് വെച്ച് തിരിഞ്ഞാൽ താൻ നോക്കിയ അതേ സ്ഥലത്തേക്ക് തന്നെ നോക്കിയിരിപ്പാണ് ആ പാവ. ആ പാവ നോക്കുന്നത് എങ്ങോട്ടാണെന്ന് അറിയാനായിട്ട് ആ ഭാഗത്തേക്ക് ആയി പോകുവാണ്. അന്നേരം സിങ്കിനകത്ത് നിന്ന് കവറിൽ പൊതിഞ്ഞൊരു തല. പേടിച്ച് അത് നോക്കുന്ന നേരം പുറകിലിരുന്ന പാവ താനെ താഴെ വീഴുന്നു. അത് നോക്കി തിരിഞ്ഞ നേരം നേരെ മുമ്പിൽ ആ പഴയ പാവ വന്നു നിൽക്കുന്നു. പേടിച്ചു പോയ ഡീലർ അവിടെ നേരെ ഒരു റൂമിനകത്തേക്ക് കയറിപ്പോയിട്ട് വാതിലടയ്ക്കുന്നു. പുറത്തുള്ള ആ പഴയ ബൊമ്മ തന്നെ ചുറ്റിയിരിക്കുന്ന അതിന്റെ കവറഴിക്കുന്നതും വാതിലിനടുത്ത് വരുന്നതുമെല്ലാം ശബ്ദം കണ്ട് അയാൾ മനസ്സിലാക്കുന്നുണ്ട്. സഡനായി ലൈറ്റ് ഓഫ് ആകുന്നു. ഡീലർ തന്റെ കയ്യിലെ സിഗർ ലൈറ്റ് ഓൺ ആക്കുവാണ്. പേടിച്ചുകൊണ്ട് ചുറ്റും നോക്കുന്ന നേരം പെട്ടെന്ന് കാലിനടിയിൽ ആ പാവയെ പൊതിഞ്ഞ അതേ കവർ. അതുകൂടെ ആയപ്പോ ആ ഡീലർ ആകെ വല്ലാടാകുന്നു. പെട്ടെന്ന് തന്നെ അവന്റെ പുറകിൽ ആ പാവ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുവാണ്. ആ ശബ്ദം അവനും കേൾക്കുന്നത് കാണിച്ച് ആ കഥയും കഴിയുന്നു. അങ്ങനെ പ്രസന്റിൽ ആ കഥകളെല്ലാം തന്നെ ഹീറോയോട് ആ ഡീലർ പറഞ്ഞു തീർക്കുവാണ്. മരിച്ചിലേലും തന്റെ 2 കൈകളും അറുത്തെടുത്തിരിക്കുന്നു. കേട്ട കഥകളെല്ലാം സത്യമാണെന്നത് നമ്മുടെ നായകനും വിശ്വാസവുമാണ്. അതേസമയം തന്നെ 4ാമത്തെ കഥയായ സ്റ്റുഡന്റ് തുടങ്ങാൻ പോവാണ്. അതിനു മുൻപേ തന്നെ കിട്ടിയ കഥകളെല്ലാം തന്നെ ചേർത്ത് പബ്ലിഷർക്ക് കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഹീറോ. ഇംപ്രസ്ഡ് ആയ അയാളാവട്ടെ കുറച്ചുകൂടി സ്റ്റോറീസ് ചേർത്ത് ഡെവലപ്പ് ചെയ്താൽ പബ്ലിഷ് ചെയ്യാമെന്നും പറഞ്ഞ് അഡ്വാൻസ് എമൗണ്ട് കൊടുക്കുന്നു. ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് പേടിയുണ്ടെങ്കിലും തന്റെ ഈ ബുക്കെങ്കിലും പബ്ലിഷ് ചെയ്യണമെന്ന ആഗ്രഹം കൊണ്ട് ഹീറോ ഓക്കെ പറയുവാണ്. അന്ന് അവന്റെ ബർത്ത്ഡേ ആയിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്ത് നന്നായി സെലിബ്രേറ്റ് ചെയ്യണമെന്ന് അവന്റെ ഗേൾ ഫ്രണ്ട് വിചാരിച്ചിരിക്കുമ്പോൾ ഹീറോ ആവട്ടെ അതിനൊന്നും നേരല്ലാന്ന് പറഞ്ഞിട്ട് വീണ്ടും അതേ മാൻഷനിലേക്ക് തിരക്കിട്ട് പോവാണ്. അവൾക്കത് കണ്ട് ഒരുപാട് സങ്കടാവുന്നു. അതേസമയം ഹീറോ ആവട്ടെ നേരെ ചെന്ന് മാനേജറോട് നടന്ന വേറെ എന്തെങ്കിലും കഥ പറയാനായിട്ട് പറയുവാണ്. അന്നേരം അയാൾ പറയുവാണ് 6th ഫ്ലോറിൽ 604 എന്ന റൂമിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡന്റിന്റെ കഥയാണത്. അബ്രോഡിൽ പഠിക്കാൻ പോയ ഒരു പയ്യൻ പഠിത്തത്തിൽ ഫെയിലായിട്ട് വീണ്ടും സ്വന്തം നാട്ടിൽ തന്നെ തിരിച്ചു വരുവാണ്. കയ്യിലെ പൈസയും താമസിക്കാൻ വീടില്ലാത്തതുകൊണ്ട് ഫ്രണ്ടിന്റെ റൂം അന്വേഷിച്ചിട്ടാണ് മൂപ്പരുടെ വരവ്. തിരിച്ചു വന്ന ആ പയ്യനാവട്ടെ 604 എന്ന അതേ മാൻഷനിലെ ആ റൂമിൽ താമസിക്കുന്ന തന്റെ ഫ്രണ്ടിന്റെ അടുത്തോട്ടാണ് വരുന്നത്. റൂം കണ്ട അവൻ ഒരുപാട് ഞെട്ടുന്നു. ഒട്ടും ക്ലീൻ അല്ലാത്ത ഒരു മെസ്സായി കിടക്കുന്ന റൂം. അന്നേരം അവന്റെ ഫ്രണ്ട് വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. മുഖത്തെല്ലാം വ്രണങ്ങളായിട്ടുണ്ടായിരുന്നു ആ ഫ്രണ്ടിന്. നൈറ്റ് ഡിന്നർ കഴിക്കാൻ നേരം ഫ്രിഡ്ജിൽ നിന്നും പഴയ ദ്രവിച്ച ചില ഫുഡാണ് എടുത്ത് നിരത്തി വെക്കുന്നത്. ഇത് കാണുന്ന ആ പയ്യൻ ഫുഡൊക്കെ കേടായല്ലോ എന്ന് പറയുമ്പോൾ ആ ഫ്രണ്ട് ആവട്ടെ അതൊന്നും മൈൻഡ് ആക്കാണ്ട് വളരെ രുചിയോടെ അതെല്ലാം കഴിക്കുവാണ്. അന്ന് നൈറ്റ് കിടക്കാൻ നേരം അവൻ മറ്റൊരു ഫ്രണ്ടിന് മെസ്സേജ് അയച്ച് ഞാൻ നിന്റെ റൂമിൽ വന്ന് സ്റ്റേ ചെയ്യട്ടെ എന്ന് ചോദിക്കുവാണ്. എന്നാൽ റിപ്ലൈ വരുന്നില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഫുഡ് എന്തെങ്കിലും കഴിക്കാനായിട്ട് അവൻ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അഴുകിപ്പോയ ഫ്രൂട്ട്സും ഫുഡും കെട്ടുപോയ പാലുമൊക്കെയാണ് കാണുന്നത്. എന്തായാലും കൂട്ടുകാരൻ പുറത്തു പോയിരിക്കുകയാണ്. അവൻ വരുമ്പോഴത്തേക്കും സർപ്രൈസ് ആയിട്ട് വീട് മുഴുവൻ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിരിപ്പാണ് അവൻ. എന്നിട്ട് നേരെ ചെന്ന് ഫംഗസ് റിമൂവ് ചെയ്യുന്ന ലിക്വിഡും ചോദിച്ച് ഫാർമസിയിൽ പോകുന്നു. അവിടെ ഇല്ലാത്തതുകൊണ്ട് നേരെയുള്ള ഗ്രോസറിയിൽ ചെന്ന് ലിക്വിഡും വാങ്ങി വീട് മുഴുവൻ ക്ലീൻ ആക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവിടെ കണ്ട ഒരു റൂം തുറക്കുമ്പോൾ റൂം മുഴുവൻ ഫംഗസ് ആണ്. പോരാത്തതിന് തന്റെ ഫ്രണ്ടിന്റെ ഫാമിലി പിക്ചറും ആകെ പൂപ്പൽ പിടിച്ചിരിക്കുന്നു.
അവനിരുന്ന് എല്ലാം ക്ലീൻ ആക്കുവാണ്. കുറച്ചു കഴിഞ്ഞ് ആ ഫ്രണ്ട് തിരികെ വരുവാണ്. ക്ലീനായ വീട് കണ്ടാൽ സന്തോഷിക്കുന്നതിന് പകരം അവൻ ആകെ അപ്സെറ്റ് ആകുന്നു. അതും പോരാഞ്ഞ് ആ റൂം കൂടി കണ്ടതോടെ നീ എന്തിനാണ് എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച് അവനെ ഉപദ്രവിക്കുവാണ്. അതും പോരാഞ്ഞ് അവരെനിക്ക് മടക്കി തായെന്ന് കൂടി കേട്ടതോടെ ആ പയ്യൻ ആകെ ടെൻഷനാകുന്നു. എന്തായാലും വേണ്ടില്ല എന്ന് കരുതി അവൻ നേരെ ചെന്ന് തൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് തൻ്റെ മറ്റൊരു ഫ്രണ്ടിനെ കോൾ ചെയ്യുവാണ്. എന്നാൽ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് കോൾ കട്ടാവുകയാണ്. അതേസമയം അവൻ ഫ്ലോറിൽ നോക്കുമ്പോൾ ഒരുപാട് ചാരം കാണുന്നു. അത് തൊട്ടു നോക്കിയ നേരം പുറകിൽ സീലിംഗിൽ ഒരു കറുത്ത രൂപം. തിരിഞ്ഞു നോക്കിയാൽ അവിടെ ഒന്നുമില്ല. താഴെ നോക്കിയാൽ ആ ചാരവുമില്ല. ഫ്രണ്ടിന്റെ റൂമിൽ പോയി നോക്കിയാലോ, ആ റൂം പഴയ പോലെ ആയിരിക്കുന്നു. അതേപോലെ പൂപ്പലൊക്കെ പിടിച്ച്. ഫ്രണ്ടാണെങ്കിൽ തിരിഞ്ഞു നിൽക്കുവാണ്. ഇന്നലെ രാത്രി ഞാൻ നിന്നോട് മോശമായി പെരുമാറി, എൻ്റെ പാരൻസ് ആണ് നിന്നോട് ദേഷ്യത്തിലെന്നും പറഞ്ഞ് അവൻ തിരിയുമ്പോൾ ആ രൂപം കണ്ട് അവൻ പേടിച്ചു പോകുന്നു. മുഖം മുഴുവൻ വ്രണവും കണ്ണും വായുമെല്ലാം ഒട്ടിപ്പിടിച്ച് വികൃതമായ രൂപം. പേടിച്ച് അവിടെ നിന്ന് പോകാൻ നോക്കുന്ന നേരം ആ ഫ്രണ്ട് എന്നെ വിട്ട് പോകാൻ നോക്കണ്ടെന്ന് ഉറക്കെ പറയുന്ന സമയം ആ ഫോട്ടോയ്ക്കകത്ത് നിന്ന് വികൃതമായ കൈകൾ വന്ന് അവൻ അകത്തോട്ട് വലിച്ചുകൊണ്ട് പോകുന്നു. അന്നേരം തന്നെ ആ ഫ്രണ്ട് വന്ന് ആ കഥക്ക് ആഞ്ഞടയ്ക്കുന്നതോടുകൂടി ആ കഥയും അവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് സീനിൽ പ്രസന്റിൽ ഹീറോയാണ് കാണിക്കുന്നത്. അവൻ എല്ലാ കഥകളും കേട്ട് അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുവാണ്. ഒരു കഥയും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ. ഈ കള്ളക്കഥകളെല്ലാം നിങ്ങളല്ലേ ഉണ്ടാക്കുന്നത്? ഇവിടെ മുൻപ് ഒരു ഓർഫണേജും ഉണ്ടായിരുന്നില്ല, ഒരു ചർച്ചാണ് ഉണ്ടായിരുന്നത്. അതിലൊരുത്തൻ ഈ സ്ഥലത്ത് എന്തോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മാൻഷനിൽ ഓരോരുത്തർക്കും അമാനുഷികമായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതല്ലേ സത്യം എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ആ മാനേജർ ആദ്യം ഒന്നും മിണ്ടുന്നില്ല. എന്നാൽ പിന്നീടാണ് പറയുന്നത്, നീ അറിഞ്ഞതൊക്കെ സത്യമാണ്, എന്നാൽ എന്തൊക്കെയുണ്ട് സത്യങ്ങളെന്ന് നീ തന്നെ കണ്ടുപിടിക്കണം. ഇതും പറഞ്ഞ് 1504 എന്ന റൂമിന്റെ കീ കൊടുക്കുന്നു. ഇതുവരെ കേട്ട കള്ളക്കഥകളെക്കാളും നന്നായിരിക്കും ഒറിജിനൽ എന്നതുകൊണ്ട് തന്നെ അതറിയാനായിട്ട് ആ കീയും വാങ്ങി ഹീറോ പോകുവാണ്. അതേസമയം മറ്റൊരിടത്ത് ഹീറോയുടെ ഗേൾ ഫ്രണ്ടിനെയാണ് കാണിക്കുന്നത്. അവള് ഭയങ്കര കലിപ്പിലാണ്. ഇവരെന്താണ് ഇത്ര വലിയ ധൃതി, അതും സ്വന്തം പിറന്നാളുടെ അന്ന് തന്നെ എന്നും കരുതി ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ കേക്ക് അവള് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ എന്താണ് അവൻ ഇത്ര കാര്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക, അതൊന്ന് നോക്കിയേക്കാമെന്ന് കരുതി ഹീറോ ആദ്യം റെക്കോർഡ് ചെയ്ത ആ ആദ്യത്തെ കഥ അവൾ പ്ലേ ചെയ്യുവാണ്. എന്നാൽ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ആ വോയിസിൽ ഹീറോ പറയുന്ന കാര്യങ്ങൾ മാത്രമാണുള്ളത്. അതായത് ആ മാനേജർ പറയുന്ന കാര്യങ്ങൾ വരുമ്പോൾ ആ ഒരു ഭാഗം സൈലന്റ് ആണ്. ഇത് കേൾക്കുന്ന ഹീറോയിന് ആകെ ഷോക്ക് ആവുന്നുണ്ട്. അതേസമയം മറ്റൊരു സ്ഥലത്ത് കീ വാങ്ങി പോകുന്ന ഹീറോയാണ് കാണുന്നത്. 10th ഫ്ലോർ ആണ്. പോകാനായിട്ട് ലിഫ്റ്റിൽ കയറിയാൽ ലിഫ്റ്റിനകത്ത് ഒരുത്തൻ പുറംതിരിഞ്ഞു നിൽക്കുന്നു. എന്തോ വേർഡായിട്ട് അവന് അനുഭവപ്പെടുന്നുണ്ട്. പിറകെ നിൽക്കുന്ന ആള് തിരിയുന്നത് പോലെ അവന് തോന്നുന്നുണ്ട്. പേടിച്ചിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ എന്ന് വിചാരിച്ച നേരം പെട്ടെന്ന് 10th ഫ്ലോർ ആകുന്നു. ഒരു കണക്കിന് എന്തായാലും നന്നായി എന്ന് കരുതി അവൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. എന്നാൽ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയ പാടെ ആ രൂപം അവനെ ഫോളോ ചെയ്ത് വരുവാണ്. സത്യത്തിൽ അതൊരു ആത്മാവായിരുന്നു. പേടിച്ചു പോയ ഹീറോ അവിടുന്ന് ഓടി ഓടി ഒരു വിധത്തിൽ ഒരു കബോർഡിൽ കയറി ഒളിക്കുന്നു. എന്നാൽ ആ തൊപ്പിക്കാരൻ വന്ന് ആ കബോർഡിന് മുന്നിൽ വന്ന് ഒരുമാതിരി ചിരിക്കുന്നു. കണ്ണിൽ നിന്നും രക്തം വന്നുകൊണ്ടിരിക്കുന്നു. പേടിച്ച ഹീറോ കണ്ണടച്ച് തുറന്ന നേരം അവിടെ ഒന്നും തന്നെ ഇല്ല. എന്തായാലും ഇവിടെ വരെ വന്നു. ആ റൂം കൂടെ കണ്ട് എന്താണെന്നറിയാന്ന് വെച്ച് ഹീറോ പോയി ആ റൂം തുറക്കുവാണ്. ആ റൂമിനകത്ത് മുഴുവൻ മന്ത്രങ്ങൾ എഴുതിയ കടലാസുകൾ തൂക്കിയിട്ടിരിക്കുവാണ്. താഴെ ഒരു റെക്കോർഡർ കിടക്കുന്നു. ഹീറോ അതെടുത്ത് പ്ലേ ചെയ്യുവാണ്. അതിൽ ആ മാനേജറുടെ ശബ്ദം, ഞാനൊരു മാനേജർ അല്ല, നിന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ. നീ കഥയ്ക്കായി വന്നു, ഞാൻ പണത്തിന് വേണ്ടിയും. അപ്പോഴാണ് മറ്റൊരു കാര്യം കാണിക്കുന്നത്. ആ മാനേജറായി വന്നവനും അവിടെ കണ്ട തൊപ്പിക്കാരനും സത്യത്തിൽ കള്ളന്മാരാണ്. പണ്ട് ഈ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു ചർച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരുത്തൻ ഒരു വലിയ കള്ളനുമായിരുന്നു. ഈ മാൻഷനിലെ ഒരു മുറിയിലാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. എന്തൊക്കെയോ റിച്വൽസ് ഒക്കെ ചെയ്ത് അക്കൂട്ടത്തിലുള്ള ആളുകൾ ആ മാൻഷനിലെ ഒരു റൂമിൽ ഒരുപാട് പണം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെടുക്കാനാണ് ആ മാനേജറും തൊപ്പിക്കാരനും അങ്ങോട്ട് വരുന്നത്. അവർ രണ്ടാളും സത്യത്തില് ബ്രദേഴ്സ് കൂടെയാണ്. അങ്ങനെ ആ പണം കൈക്കലാക്കാനായി രണ്ടുപേരും കൂടെ ആ മാൻഷനകത്തോട്ട് പോകുവാണ്. എന്നാൽ അകത്ത് കയറിയ പാടെ അവിടെ ഉണ്ടായ അമാനുഷികമായ കാര്യങ്ങൾ കണ്ട് തൊപ്പിക്കാരൻ പേടിച്ച് ഇവിടുന്ന് പോകാന്ന് പറയുമ്പോഴും മാനേജർ സമ്മതിക്കുന്നില്ല. അവസാനം രണ്ടാളും ഒരു മുറിക്കകത്ത് ചെന്നപ്പോൾ അവിടെ മന്ത്രങ്ങൾ എഴുതിയ തുണികൾ കൊണ്ട് പൊതിഞ്ഞ ഒരു ശവം ഇരിക്കുന്നു. അതിന്റെ കണ്ണും മന്ത്രത്തുണി കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. അന്നേരം അതിന്റെ വായ്ക്കകത്ത് നിന്നും അവർക്കൊരു ചാവി കിട്ടുന്നുണ്ട്. അത് വെച്ച് അവിടെ കണ്ട കബോർഡ് തുറന്നു നോക്കിയപ്പോഴോ അവിടെ കെട്ടുകണക്കിന് പണം ഇരിക്കുന്നു. പൈസയെല്ലാം വാരി ബാഗിൽ അങ്ങനെ നിറയ്ക്കുമായിരുന്നു അന്നേരം ആ മാനേജർ. എന്നാൽ പെട്ടെന്ന് എന്തോ വന്ന് അയാളെ വലിച്ചോണ്ട് പോകുന്നു. തൊപ്പിക്കാരൻ ആകെ ഭയന്ന് വിറച്ച് നോക്കിയാൽ ആ ശവത്തെ അന്നേരം അവിടെ കാണാനില്ല. എങ്ങനെയെങ്കിലും തടി തപ്പാന്ന് കരുതി കയ്യിൽ കിട്ടിയ പൈസയും എടുത്ത് പോകാൻ ട്രൈ ചെയ്താലോ. അവന്റെ പുറകിലായിട്ട് ആ പ്രേതം അങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ട് ജീവനം കൊണ്ടവൻ ഓടി ഒരു വിധത്തിൽ കാറിൽ കയറിയാൽ കീയില്ല.
പുറത്താണെങ്കിൽ അവന്റെ ബ്രദറും നിൽക്കുന്നു. പുറത്തെ ഏട്ടനൊരു ആപത്തും വന്നില്ലല്ലോ എന്നുള്ള സന്തോഷത്തിൽ അയാളെ വിളിച്ച് അകത്തിരുത്തിയിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറയുവാണ്. ഞാൻ ആ പ്രേതത്തെ കണ്ടെന്ന് കൂടെ പറയുമ്പോൾ ഒരു ഭാവവ്യത്യാസമില്ലാണ്ട് അവന്റെ ഏട്ടൻ അങ്ങനെ ഇരിക്കുവാണ്. അതേസമയം ഞൊടിയിടയിൽ ആ മാനേജർ പ്രേതമായി മാറുന്നു. അതായത് ആ പ്രേതം തന്നെയാണ് മാനേജറുടെ വേഷത്തിൽ അകത്തുണ്ടായിരുന്നത്. നെക്സ്റ്റ് സീനിൽ ഹീറോ ആണ് കാണിക്കുന്നത്. എല്ലാം കേട്ടോണ്ട് അവൻ പേടിച്ച് നിൽക്കുവാണ്. പെട്ടെന്ന് പുറകെ നിന്ന് ആ പ്രേതം എഴുന്നേറ്റ് നിൽക്കുന്നു. പേടിച്ചു പോയ ഹീറോ ഒരു കബോർഡിനകത്തേക്ക് കയറി ഒളിക്കുവാണ്. അപ്പോഴാണ് ആ മാനേജർ അകത്തോട്ട് വരുന്നത്. നിനക്കിപ്പോ എന്താ നടക്കുന്നതെന്ന് മനസ്സിലായി കാണല്ലേ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് നേരെ വന്ന് ഹീറോ ഇരിക്കുന്ന കബോർഡിന്റെ മുന്നിൽ വന്ന് നിന്നോണ്ട് ചിരിക്കുവാണ്. ഒരു സെക്കൻഡിൽ അയാൾ ഹീറോയുടെ രൂപത്തിൽ മാറുന്നു. അതായത് അത്ര നേരം ഹീറോയുടെ കൂടെ നിന്ന് മാനേജറുടെ രൂപത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ആ ഗോസ്റ്റ് തന്നെയായിരുന്നു. എന്നെ വിട്ടേക്കെന്നും പറഞ്ഞ് ഹീറോ ഒരുപാട് അലറി വിളിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ അടുത്തിരിക്കായിട്ട് അതങ്ങനെ പോയോണ്ടിരിക്കുവാണ്. യഥാർത്ഥത്തിൽ അതൊരു ഹോണ്ടഡ് മാൻഷൻ തന്നെയാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഒത്തിരി പ്രേതങ്ങളൊന്നുമില്ല. ആ ഒരൊറ്റ ഗോസ്റ്റ് മാത്രമാണുള്ളത്. അത് ഓരോ ഇരകളെ പിടിക്കുമ്പോഴും ആ ഇരയുടെ രൂപത്തിലേക്ക് മാറുന്നു. എന്നിട്ട് തന്റെ അടുത്ത ഇരയെ തേടി പോകുന്നു. അതേസമയം തന്നെ ആ റെക്കോർഡിലുള്ള കാര്യങ്ങളൊക്കെ കേട്ട് എന്തോ ഒരു അപകടത്തിലാണ് ഹീറോ എന്ന് മനസ്സിലാക്കിയ ഹീറോയിൻ അവനെ തേടി ആദ്യ മാൻഷനിലോട്ട് തന്നെ വരുവാണ്. ഹീറോയ്ക്ക് സംഭവിച്ചതുപോലെ തന്റെ പുറകിലും ഒരു കുട്ടി പുറംതിരിഞ്ഞു നിൽക്കുന്നത് പോലെ അവൾക്കും തോന്നുന്നുണ്ട്. അതേസമയം തന്നെ ഹീറോയെ കണ്ട് അവൾ ഒരുപാട് സന്തോഷിക്കുന്നു. അവനൊരു അപകടവും പറ്റിയില്ലെന്ന് ആലോചിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ സന്തോഷമാകുമ്പോൾ അതേസമയം ആ ഗോസ്റ്റ് ആവട്ടെ തന്റെ പുതിയ ഇരയെ കിട്ടിയ സന്തോഷത്തിൽ വില്ലത്തരത്തിൽ ചിരിക്കുന്നത് കാണിച്ച് ആ സിനിമ അവിടെ അവസാനിക്കുന്നു.